ഹലോ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് അല്ലേ. പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഒരു ടെൻഷനാണ് പ്ലാന്റ്സ് ചീഞ്ഞു പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നൊക്കെ. പിന്നെ അതുമല്ല ഫ്ലവേഴ്സൊക്കെ ഇല്ലാതൊക്കെ നിൽക്കുമ്പോഴും ചെറിയൊരു ടെൻഷൻ വരും. അപ്പം വേനൽക്കാലം ആയാൽ പോലും ചില അഡീനിയം പ്ലാന്റ്സിനകത്ത് ഫ്ലവേഴ്സ് വരാതെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഞാൻ അഡീനിയത്തിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ മിക്കപ്പോഴും ഞാൻ ഷെയർ ചെയ്യുന്ന ടിപ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏത് വെറൈറ്റി ആണെങ്കിൽ പോലും നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനകത്ത് കാട് പോലെ, അതായത് പ്ലാന്റ് വലുതായി പോകാതെ നിറച്ച് ഇല കാണാതെ ഫ്ലവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലുള്ള നല്ല നല്ല ടിപ്സ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ഓർക്കിഡിൻ്റെ സെയിലിൻ്റെ കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഓർക്കിഡ് സെയിലുണ്ട്, ഡെൻഡ്രോബിയം വെറൈറ്റീസും അതുപോലെ തന്നെ ഫെലനോപ്സിസും നമുക്ക് ബ്ലൂമിങ് സ്റ്റേജിലെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. ഡെൻഡ്രോബിയം നോർമലും ഉണ്ട്, ഡെൻഡ്രോബിയം വെറൈറ്റീസും ഉണ്ട്. ഇതെല്ലാം കോംബോ ഓഫറാണ്. ഡെൻഡ്രോബിയം നോർമൽ ആണെങ്കിൽ 10 കളർ 1100, 15 കളർ 1650 വരുന്നുണ്ട്. വെറൈറ്റീസ് ആണെങ്കിൽ 5 കളർ 900 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫെലനോപ്സിസും ബ്ലൂമിങ് സ്റ്റേജിലെ പ്ലാന്റ്സ് ഉണ്ട്, 3 കളർ 1100 രൂപയാണ് വരുന്നത് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഈ വാട്സപ്പിനകത്ത് കിട്ടുവേ. ടിപ്പ് നോക്കിയാലോ. ഇതുപോലെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ഫ്ലവേഴ്സൊക്കെ ആയി വന്ന് നിൽക്കും. അപ്പം ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകാതെ ചിലപ്പോൾ അങ്ങും ഇങ്ങും ഒക്കെ 1-2 ഫ്ലവേഴ്സൊക്കെ ആയി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു മഴക്കാലം ആവുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും നല്ല രീതിയിൽ ട്രിം ചെയ്ത് വിടണം. അവിടെ ഇവിടെയൊക്കെ പൂവുണ്ട് അല്ലെങ്കിൽ കുറച്ച് പൂവുണ്ട് എന്ന് നമ്മുടെ പ്ലാന്റ്സിൽ ട്രിം ചെയ്യണ്ട എന്നും പറഞ്ഞ് നിൽക്കരുത്. നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ഇനി അങ്ങോട്ട് പ്ലാന്റ്സ് മഴയൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ പ്ലാന്റ്സിന് അതിന് പൊട്ടി കിളിച്ച് വരുന്ന എല്ലാം ഫ്ലവേഴ്സായിട്ട് വരും. പിന്നെ ചെയ്ത് കൊടുക്കേണ്ട വളം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ ചാരവും കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കണം. ഈ 2 ടിപ്പ് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. നല്ല രീതിയിൽ അഡീനിയത്തിനകത്ത് ഫ്ലവേഴ്സ് വരും. അത് 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ആവുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, അഡീനിയം നല്ല രീതിയിൽ ട്രിം ചെയ്ത് വിടണം. ട്രിം ചെയ്ത് വിട്ടാൽ മാത്രമേ നമ്മുടെ അഡീനിയം നല്ല രീതിയിൽ ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ, നിറച്ച് ഫ്ലവേഴ്സും ആവും. അതുകൊണ്ട് ഇതുപോലെ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ട്രിം ചെയ്ത് വിടണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ഈ 2 കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവും. ട്രൈ ചെയ്യാൻ മറക്കല്ലേ.